ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. 29 അംഗ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ മത്സരിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് പട്ടിക വരുന്നത് ബി.ജെ.പിയുടെ? രോഹിണി, ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. 70 അംഗ ഡൽഹി നിയമസഭയിൽ 29 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ പേരുകൾ ഒന്ന് പർവേഷ് വർമ്മയുടേതാണ്. അദ്ദേഹം മുൻ വെസ്റ്റ് ഡൽഹി MP ആണ്. പർവേഷ് വർമ്മ മത്സരിക്കുന്നത് ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ് എന്നതാണ് വളരെ ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ കൽക്കാജിയിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതീഷി മർലീന ആം ആദ്മി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ ബി.ജെ.പി. ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് മുൻ MP രമേശ് ബിദൂരിയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ലോക്സഭയിൽ 17ാം ലോക്സഭയിൽ MP-മാരായിരുന്ന രമേശ് ബിദൂരിയും പർവേഷ് വർമ്മയും രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, ഒന്ന് മുൻ മുഖ്യമന്ത്രിക്കെതിരെയും ഒന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെയും രംഗത്തെത്തുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രമുഖ വ്യക്തി ഈ ഒന്നാം ഘട്ട പട്ടികയിലുള്ളത് ദുഷ്യന്ത് കുമാർ ഗൗതമാണ്. ദുഷ്യന്ത് കുമാർ ഗൗതം ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കരോൾബാഗ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം ആശിഷ് സൂഡ് നിലവിൽ ബി.ജെ.പിയുടെ ഗോവയുടെയും അതോടൊപ്പം തന്നെ ഗോവയുടെ പ്രഭാരിയും ജമ്മു കാശ്മീരിന്റെ സഹപ്രഭാരിയുമാണ്. അങ്ങനെയുള്ള ആശിഷ് സൂഡും ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. ഒപ്പം സതീഷ് ഉപാധ്യായ ബി.ജെ.പിയുടെ മുൻ ഡൽഹി അധ്യക്ഷനാണ്. ഇദ്ദേഹവും ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഡൽഹിയിലെ ബി.ജെ.പിയുടെ പ്രമുഖ ഫേസുകളും അതോടൊപ്പം ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് കുമാർ ഗൗതമിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നത്. രോഹിണി, ശരി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.